എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഞാൻ 2-3 ദിവസം കൊണ്ട് വന്ന് കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം കൂട്ടുകാർ വീഡിയോസൊന്നും അങ്ങനെ കൂടുതൽ കാണുന്നില്ല. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലായിടത്തും മഴയും ഒക്കെ ആയത് കാരണം എല്ലാവരും ചില കുഴപ്പങ്ങളിലൊക്കെയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ് പറയുന്നത്. രാവിലെ ഇതുവഴി നടന്ന് നല്ല മഴയായിരുന്നു. പോയപ്പോൾ വഴിയിൽ ഒരാളിനെ കണ്ടു. ആള് ഒരു ഡോഗാണ്. കഴുത്തിലൊരു തൊടലൊക്കെ ഉണ്ടായിരുന്നു. ഒരു കറുത്ത ഒരെണ്ണം. ഈ പരിസരം മുഴുവനും അതിന്ന് ഓടി നടന്ന് എല്ലാ ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. മഴയായത് കാരണം ഇങ്ങനെ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ നടക്കുകയാണ്. ഇന്ന് രാവിലെ എനിക്കാണ് പണി കിട്ടേണ്ടുന്നത്. പക്ഷേ ഭഗവാൻ എന്നെ രക്ഷിച്ചു. ഇതിനെ കണ്ടപ്പോൾ ഞാൻ അടുത്ത വഴി മാറി വേറൊരു വഴിയിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് ഇത് വിടുന്ന ലക്ഷണമില്ല. അപ്പോൾ ഒരു ഫാമിലി ഒരു മോളെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അവിടെ ബൈക്കിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു, അവരുടെ വീട്ടിൻ്റെ മുമ്പിൽ. ഉടനെ തന്നെ അവർ അതിനെ ഓടിച്ച് കളഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും നടന്ന് വന്ന വഴിയെ തന്നെ വീണ്ടും റോഡിലോട്ട് പോകാനായിട്ട് പോയി. ഉടനെ വീണ്ടും ഇത് വരുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു നിന്ന് രാവിലെ അങ്ങ് പോയി അവിടെ ചെന്ന് വേറൊരു ഒഫീഷ്യൽ ആവശ്യത്തിന് വേറൊരു സ്ഥലത്ത് ഓഫീസിൽ പോകേണ്ടതായിട്ട് വന്നു. അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും ആൾക്കാർ ജോലിക്കായിട്ട് ഇങ്ങനെ തേടി നടക്കുകയാണ്. കാരണം വലിയ പാടാണ്. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് വഴി ജോലിക്ക് അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നു. അപ്പോൾ അവർ ഓരോരുത്തർക്ക് എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അവർ വിചാരിച്ചു ഞാനും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നതാണെന്ന്. ആ കൂട്ടുകാരൊക്കെ നല്ല പ്രതീക്ഷയിലാണ്. അവർക്ക് അറിയുകയും ചെയ്യാം 6 മാസത്തേനേ ഉള്ളെന്ന് ഓരോരുത്തരും പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 10ഓളം പേര് വന്നിട്ട് പോയി. ഒരു ഒഴിവേ ഉള്ളെന്ന് പറയുന്നുണ്ട്. ജോലി കിട്ടാനൊക്കെ വലിയ പാടാണ്. പിന്നെ അങ്ങനെ ഞാൻ പോയ കാര്യമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു. ഇന്നത്തെ കാര്യങ്ങളാണ് കൂട്ടുകാരെ പറയുന്നത്. അപ്പോൾ പകലിന്ന് കുറച്ച് മഴ കുറവുണ്ടായിരുന്നു. രാവിലെയാണ് നല്ലതുപോലെ മഴ പെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞാനങ്ങ് തിരിച്ച് ഓഫീസിലെത്തി. പിന്നെ വീണ്ടും നമ്മുടെ പഴയ ഇതിലേക്ക് കടന്നു. പിന്നെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് കൂട്ടുകാരെ പറയുന്നത്. എല്ലാവരും അവരവരുടെ പഴയ കുട്ടിക്കാലവും അവർക്ക് ഉള്ള അനുഭവങ്ങളും പണ്ട് പേരൻസിൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ള അടിയും ഇതൊക്കെ ആയിരുന്നു കാര്യങ്ങൾ പറയുന്നത്. ചില വീട്ടിലൊക്കെ ഒരു 4-5 അംഗങ്ങൾ കാണും. 2 ആണും 2 പെണ്ണും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വലിയ ഫാമിലി ആയിരിക്കും. മുമ്പൊക്കെ ഒരു വീട്ടിൽ. ഇപ്പോഴാണ് എല്ലായിടത്തും ഒരു സിംഗിൾ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഫാമിലി ആയത്, അണുകുടുംബം ആയത്. അപ്പോൾ അന്നൊക്കെ കളിച്ച് നടക്കാനും എല്ലാത്തിനും വീട്ടിലെ ആളുകളുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരെ നോക്കാനും എല്ലാം ആയിട്ട് ഇച്ചിരി വീട്ടിലെ വലിയ കൊച്ചുങ്ങളെല്ലാം അങ്ങ് എൻഗേജ്ഡാണ്. അവർക്കെല്ലാം ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇളയ കൊച്ചുങ്ങളെ നോക്കണം, വീട്ടിലെ ജോലികളിലൊക്കെ സഹായിക്കണം. അന്നേരം ആൾക്കാർ ഈ കഥ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ പഴയ കാര്യങ്ങളിങ്ങനെ ഓർക്കുകയാണ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉരലുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അരകല്ല്, പിന്നെ അങ്ങനെ ഇതെല്ലാം ഉണ്ട്. ഈ ഉരലിൽ 2 ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 2 ഒലക്ക കൊണ്ട് ഈ ഉരലിൽ ഇങ്ങനെ ഇടിക്കും. അരിമാവ് ഇങ്ങനെ ഉണ്ടാക്കും, ഇങ്ങനെ ഇടിക്കും. അങ്ങനെ മാറി മാറി ഒലക്കയിട്ട് ഞാനൊക്കെ പണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. എനിക്ക് ആ കഥകൾ ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ കാല അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു പോയി. 2 ഒലക്കയിട്ട് ഇങ്ങനെ ഇടിച്ച് ആരെങ്കിലും ഒരാളിരുന്ന് 2-3 പെണ്ണുങ്ങൾ കാണുമെന്ന് പറഞ്ഞില്ലേ, അവരിരുന്ന് ഇത് അരിച്ച് നല്ല തരി മാവായിട്ട് അപ്പത്തിനുള്ള മാവ് വേണമെങ്കിൽ അങ്ങനെ, പുട്ടിനുള്ളത് വേണമെങ്കിൽ അങ്ങനെ ഒരാഴ്ചത്തേനും അത് കുറേ നാളങ്ങ് ഇരിക്കും. നല്ല വറുത്ത് പൊടിച്ച് വെച്ച അങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമ്മളെ ഇപ്പോഴത്തെ കുട്ടികൾ ഉരലെന്തുവാണെന്ന് പോലും അറിയത്തില്ല. അങ്ങനത്തെ ഒരു യുഗമാണ് ഇപ്പോഴുള്ളത്.
ഇപ്പോഴില്ല ഫ്ലാറ്റിൽ അവിടെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ വളരുന്ന കുട്ടികളാണ്. ഒരു കൊച്ചൊക്കെ കാണത്തുള്ളൂ, അവർക്കിതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന അനുഭവങ്ങൾ പറയുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെയും പണികളുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ പറമ്പൊക്കെ കുറച്ച് കാണും. അവിടെ ഓലയൊക്കെ വീഴുമ്പം ഇതൊക്കെ വെട്ടി നമ്മളിങ്ങനെ ഒരു കയറ് കെട്ടി ഇങ്ങനെ അതെല്ലാം ഇങ്ങനെ 3-4 ആക്കി, ഓരോ ഓല 3-4 ആക്കി ഇങ്ങനെ അയ പോലെ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ തൂക്കിയിടും. നമുക്ക് അന്നേരം എന്ത് ചെയ്യാം, ഈ മുതിർന്നവർ ചോറും കറി, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ചോറും കറിയൊക്കെ വെക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ഓരോന്നെടുത്തുകൊണ്ട് പോയി നമ്മൾ അടുപ്പിൽ വെച്ച് കത്തിക്കും. അതിന് വേണ്ടി നമ്മളെ പിള്ളേരെ കൊണ്ടായി ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഒരാൾ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ അടുക്കും, അടുത്ത ആൾ ഇത് എല്ലാം പിറക്കി പിന്നെ അയ കെട്ടി അതിൽ കൊണ്ടുവന്നിടും. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ ഇങ്ങനെ വീതിച്ച് കൊടുക്കും. 2 ആണ് ഒരു പെണ്ണും ഒക്കെ ആണെങ്കിൽ അങ്ങനെ, 2 പെണ്ണും ഒരാണും ആണെങ്കിൽ അങ്ങനെ അവർ ഓരോരുത്തരും ഡിവൈഡ് ചെയ്യും. പിന്നെ മോനാണെങ്കിൽ എന്തോയും കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ ഇരിക്കുമ്പം കാണാം ഈ പോകുന്ന മോനുണ്ടല്ല, വീട്ടിൽ ഒരു മോനെങ്ങണമായിരിക്കും, അല്ലെങ്കിൽ 1-2 ആൺപിള്ളേരൊക്കെ കാണും. ഇവർ അല്ലെങ്കിൽ നമ്മൾ ലേഡീസ് ആയാലും ശരി തന്നെ, ഈ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടെ കളിക്കും, ചെപ്പ് കളിക്കും, ഓരോന്നൊക്കെ കളിക്കും ഒക്കെ ചെയ്യും. പിന്നെ ആൺപിള്ളേരാണെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകും. ഇങ്ങനെയൊക്കെ പോയിട്ട് എവിടെയെങ്കിലും ചെന്ന് മറിഞ്ഞ് വീണ പിന്നത്തെ കാര്യം ആകെ പോക്ക. മറിഞ്ഞ് വീഴുന്നതിൻ്റെ വേദന ഒരു തത്തിക്ക്. പിന്നെ അത് വീട്ടിൽ വന്ന് പറഞ്ഞ വീട്ടിലെ പ്രശ്നം വേറെ. അച്ഛനാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ എന്തിന് പോയി വീണെന്ന് പറഞ്ഞ് ഒരു കമ്പെടുത്തോണ്ട് വന്ന് 2 അടി വേറെയും കിട്ടും, നല്ല വഴക്കും കിട്ടും. ഇത് എൻ്റെ മോനെ ഞാനും ചെയ്തിട്ടുള്ളതാണ്. പണ്ടൊക്കെ ഉള്ള പേരൻസ് അവരുടെ മക്കളുടെ അടുത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഇതെല്ലാം പറഞ്ഞ ആളുകൾ ഇങ്ങനെ പഴയ കാല കഥകൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്കും ഉണ്ടായിട്ടുള്ള ഈ അനുഭവങ്ങളൊക്കെ ഓർമ്മ വന്നത്. പിന്നെ വീട്ടിൽ ആടും പശുവൊക്കെ കാണും ചില വീടുകളിലൊക്കെ. മുമ്പൊക്കെ നമ്മുടെ ഉപജീവന മാർഗം അതൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പശുവിനെ നോട്ടം, ആടിനെ നോട്ടം, ഇതൊക്കെ നമ്മൾ മക്കളുടെ ജോലികളാണ്. അപ്പോൾ നമ്മൾ വേറെ വീടുകളിലും അവിടെ എവിടെയൊക്കെ പോയി ആട്ടിന് പ്ലാവില കുത്തി ഇട്ട് കൊടുക്കണം. പിന്നെ ആട്ടിൻ്റെ കാട്ടം ഉണ്ടെങ്കിൽ അതെല്ലാം ചാക്കിലും എല്ലാം ആക്കി സൂക്ഷിക്കണം. ഇതെല്ലാം ഓരോ മക്കൾക്കായി ഈ വർക്കുകളെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള രസകരമായ കാര്യങ്ങളാണ് കൂട്ടുകാരെ ഓരോ ഇടത്തുനിന്ന് എനിക്ക് കേട്ടും കണ്ടുമൊക്കെ കിട്ടിയ കാര്യങ്ങളാണ് ഞാനിന്ന് ഈ പറയുന്നത്. അങ്ങനെ അവരുടെ ജോലികൾ അങ്ങനെ തീരുന്നില്ല. ഒരു സ്വസ്ഥതയും സമാധാനം അന്നുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. പിന്നെ കാരണം വീട്ടിലങ്ങ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കാണും. അപ്പോൾ നമ്മൾ ചെയ്തെങ്കിലേ പറ്റൂ. കാരണം താഴോട്ടുള്ള കൊച്ചുങ്ങളെ നോക്കണമെങ്കിൽ ഇവരെയൊക്കെ വളർത്തി പഠിപ്പിച്ചെടുക്കണമെങ്കിൽ നല്ല പൈസയും എല്ലാം വേണ്ടേ. അപ്പോൾ അന്നത്തെ ഉപജീവന മാർഗ്ഗം ഇതൊക്കെ ആയതുകൊണ്ട് ഇതിനെയൊക്കെ നോക്കിയെങ്കിലേ നമുക്ക് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പിന്നെ വേറൊരു വലിയ പണിയുണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിലേ, ഇപ്പോഴാണ് നമുക്ക് സപ്ലൈകോയും റേഷൻ കടകളിൽ നിന്നും എല്ലാം സുലഭമായിട്ട് സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങളെല്ലാം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കിട്ടുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ മാവേലി സ്റ്റോറെന്നും പറഞ്ഞൊരെണ്ണമുണ്ട്. ഈ മാവേലി സ്റ്റോറുകൾ വഴി ഇപ്പോഴും കിട്ടുന്നുണ്ട്. പക്ഷേ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. തോനെ അംഗങ്ങളൊക്കെ ഇത്രയുള്ളിടത്ത് ഈ മാവേലി സ്റ്റോറി അരിവെന്നു പറഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ഒരു വലിയ ഒരു നീണ്ട നിര കാണാം. അതിങ്ങനെ രാവിലെ ചെന്ന് നിൽക്കാൻ തുടങ്ങിയ ഒരു വൈകുന്നേരം ആകുമ്പോഴേ ആയിരിക്കും ചിലപ്പോൾ അരി കിട്ടുന്നത്. കിട്ടിയാലായി, ഇല്ലെങ്കിലായി. അത്ര കഷ്ടപ്പാടാണ്. അപ്പോൾ ഇതിനെല്ലാം പോകേണ്ടുന്നത് നമ്മൾ വീട്ടിലുള്ള കുട്ടികളാണ്. ഇങ്ങനെ നമ്മളെ അന്ന് ഭയങ്കരമായിട്ട് നല്ല ഉത്തരവാദിത്തത്തോടു കൂടിയാണ് നമ്മൾ അന്ന് ഈ പേരൻസ് നമ്മളെ ഈ മക്കളെ എല്ലാം വളർത്തി. അതായത് നമ്മളൊക്കെ അന്ന് അങ്ങനെയെല്ലാം ചെയ്താണ് ഈ നിലയിൽ ഇങ്ങനെ വളർന്ന് വന്നത്. ഇപ്പോഴും നമുക്ക് വീട്ടിൽ ജോലികളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇപ്പോഴുള്ള അമുൽ ബേബീസാണ് വീട്ടിൽ ഒരു മോനും അല്ലെങ്കിൽ ഒരു മോള് ഒക്കെയാണ് മിക്ക വീടുകളിലും ഉള്ളത്. അവരൊക്കെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും കൂടുതൽ അറിയത്തില്ല. നേരത്തെ പറഞ്ഞ കണക്ക് ഉരൽ, പിന്നെ അരകല്ല്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പോലും കണ്ടിട്ടില്ലാത്ത കുട്ടികളാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അവർക്ക്
ഇപ്പോഴുള്ള ഈ മോഡേൺ യുഗത്തിലെ കാര്യങ്ങളെ അറിയാവൂ. പിന്നെ വല്ല അച്ചാച്ചനോ അമ്മാമ്മയോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ നിന്ന് ഇവർക്ക് കിട്ടും. അപ്പോൾ ഈ കുട്ടികളെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും മുതിർന്നവരിതെല്ലാം പറഞ്ഞ് ഉത്തരവാദിത്വമുള്ള മക്കളായിട്ട് വേണം വളർത്തിയെടുക്കാൻ. വീട്ടിൽ ഇങ്ങനെ സുഖലോലുപരായിട്ട് വന്നാൽ അവർക്ക് ഒരു ഭാവിയിൽ വളർന്ന് എങ്ങനെയാണ് കുടുംബം നല്ലതുപോലെ കൊണ്ടുപോകുന്നത്, അവർ നല്ല സുഖലോലുപരായിട്ടങ്ങ് വളർന്നങ്ങ് പോകും. അവർക്ക് ബുദ്ധിമുട്ടൊന്നും അറിയാൻ വയ്യാത്തത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി കുട്ടികളെ നമ്മൾ വളർത്തണം. എല്ലാ ബുദ്ധിമുട്ടുകളും കുട്ടികൾ അറിഞ്ഞു വേണം വളരേണ്ടുന്നത്. പിന്നെ ഞാനിന്ന് ഈ എനിക്ക് കണ്ടതും കേട്ടതുമായിട്ടുള്ള അനുഭവങ്ങളാണ് കൂട്ടുകാരെ ഞാൻ ഈ പറയുന്നത്. എല്ലാവർക്കും ഞാൻ പുതിയ ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഗുഡ് ഈവനിങ്.